അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫ്രഞ്ച് നോട്ടാണ്. നോട്ട് സ്റ്റിച്ചിലത്തെ ഫസ്റ്റ് നോട്ട് സ്റ്റിച്ചാണ് ഫ്രഞ്ച് നോട്ട്. അപ്പോൾ ഇവിടെ ഫ്രഞ്ച് നോട്ടിന് ഞാൻ ഇപ്പോൾ ഇവിടെ 6 strands ത്രെഡാണ് എടുത്തത്. ഒരു സൈഡ് മാത്രമാണ് ഞാൻ ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാം നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. നമ്മൾ ഈ ലൈനിനെയാണ് ഇപ്പോൾ ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞാനപ്പോൾ നമ്മളുടെ ലൈനിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നമ്മളുടെ നീഡിൽ വലിച്ച് മുകളിലേക്ക് എടുത്തു. എന്നിട്ട് നമ്മളുടെ ഈ നീഡലിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ ത്രെഡ് വെക്കാം. നമ്മളുടെ നീഡിൽ താഴത്തേക്ക് വെത്താം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ത്രെഡ് നമ്മൾ ജസ്റ്റ് കയ്യിൽ പിടിക്കാം. അത് ലൂസാക്കി വിട്ട് നമ്മുടെ നോട്ട് ചിലപ്പോൾ അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കയ്യിലൊന്ന് ജസ്റ്റ് പിടിച്ചാൽ മതി. താഴത്തേക്ക് എത്തുമ്പോൾ ആ സമയമാകുമ്പോൾ അത് ലീവ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ നോട്ടും ജസ്റ്റ് അഴിഞ്ഞു പോകാനൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ടൈറ്റാക്കി പിടിക്കുന്നത്. നമുക്കിതുപോലെ തന്നെ നമ്മളുടെ അടുത്ത നോട്ട് സ്റ്റിച്ചും ചെയ്യാം. നമുക്ക് ഞാൻ ഇപ്പോൾ അടുപ്പിച്ച് ചെയ്യണില്ല, നീക്കി അങ്ങോട്ട് കുത്തി. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മുകളിൽ നിന്ന് താഴത്തേക്ക്, നമ്മുടെ നീഡലിൻ്റെ മുകളിൽ വശത്തു നിന്ന് താഴത്തേക്കാണ് നമ്മളുടെ ത്രെഡ് എടുക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ താഴത്തേക്ക് കുത്തുന്നത്. നമ്മൾ അവിടെ ത്രെഡ് പിടിക്കേണ്ടത്, ഇല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നമുക്കപ്പോൾ ഈ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചസിലത്തെ ഫസ്റ്റ് സ്റ്റിച്ചാണ്. സിമ്പിൾ സ്റ്റിച്ചാണ്. നമുക്ക് നമ്മൾ ത്രെഡ് ചുറ്റുന്നതും പിന്നെ ആ ചെയ്യണൊരു നമ്മൾ ത്രെഡ് ലീവ് ചെയ്യുന്നതും അതൊക്കെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ നമ്മുടെ സ്റ്റിച്ച് നല്ല ഭംഗിയിലാവും. ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് ഇങ്ങനെ അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഈ സ്റ്റിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ സ്റ്റിച്ച് ചെയ്തപ്പോൾ പറഞ്ഞു, ഈ സ്റ്റിച്ച് നമ്മൾ വേറെ ചെയിൻ സ്റ്റിച്ച്, ഫെദർ സ്റ്റിച്ച് അതിൻ്റെ അകത്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള സ്റ്റിച്ചാണെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഈ ഫ്ലവേഴ്സ് ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്സ് ഫ്രൂട്ട്സിൻ്റെ ആയാലും എനിമൽസിൻ്റെ പിക്ചറിലൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്റ്റിച്ചാണ്. നമുക്ക് ഈ ട്രീ ഒക്കെ നമുക്കിങ്ങനെ പല കളേഴ്സൊക്കെ വെച്ച് നല്ല ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലൊക്കെ ചെയ്യാം ഈ സ്റ്റിച്ച് യൂസ് ചെയ്ത്. അപ്പോൾ ഞാൻ ഈ സ്റ്റിച്ച് യൂസ് ചെയ്ത് കുറച്ച് ഡിസൈൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോൻ്റെ എൻഡിങ്ങിൽ കാട്ടുന്നതാണ് ഏതൊക്കെ ഡിസൈൻസാണ് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന്. പിന്നെ ഒരു സ്റ്റിച്ച് ഞാൻ ഇപ്പോൾ റെക്കോർഡ് ബുക്കിലേക്ക് സ്റ്റിക്ക് ചെയ്യാനും ഞാൻ കാട്ടുന്നുണ്ട്. നമുക്കിതുപോലെ നമ്മുടെ ഫ്രഞ്ച് നോട്ട് ചെയ്ത് പോവാം. ഈ വീഡിയോ കാണുന്നതിൻ്റെ എല്ലാം ഫ്രണ്ട്സിൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ലാസ്റ്റ് എന്നിട്ട് ലൈക്ക് ചെയ്യാൻ വിചാരിക്കുമ്പോൾ നിങ്ങൾ മറന്നു പോകും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യും വേണം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഓരോ സ്റ്റിച്ചസിൻ്റെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ നേരത്തെ 6 strands വെച്ചിട്ടാണ് നമ്മളുടെ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ അത് ചെറുതാണ്. അപ്പോൾ ഞാൻ ഇവിടെ 12 strandsോളം എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ 1 സൈഡാണ് ലോക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 2 ത്രെഡും ഒരുമിച്ചാണ് ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ സ്റ്റിച്ച് ഇച്ചിരി കൂടിയും തിക്നെസ്സിൽ ചെയ്യുമ്പോൾ നമ്മൾ 12 strandsോളം ത്രെഡ് എടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യും. സ്റ്റിച്ചിന് വേറെ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ നേരത്തെ അതുപോലെ തന്നെ നീഡലിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നമ്മളുടെ ത്രെഡ് വെച്ച് താഴത്തേക്ക് കുത്തി കൊടുക്കാം. പിന്നെ നമ്മൾ ത്രെഡ് എപ്പോഴും പിടിക്കണം, അല്ലെങ്കിൽ നമ്മളെ നോട്ട് ഇങ്ങനെ ലീവ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. നമുക്കിപ്പം നിങ്ങൾക്ക് നോക്കിയ ഡിഫറൻസ് മനസ്സിലാവും. നേരത്തെ നമ്മൾ ചെയ്തത് ചെറുതും ഇത് ഇച്ചിരി കൂടി വലുപ്പത്തിൽ തിക്നെസ് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വെച്ചാൽ നമ്മൾ ത്രെഡിൻ്റെ കൗണ്ടും നമ്മൾ കൂടുതൽ എടുത്തു, 12 strandsോളം എടുത്തു. അപ്പോൾ തിക്നെസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫില്ലിങ്ങിന് ഈ സ്റ്റിച്ച് ആയാലും അല്ലെങ്കിൽ 6 strands യൂസ് ചെയ്തായാലും നമുക്ക് ചെയ്യാം. അത് നമ്മളുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നമുക്ക് ഏതാണോ അതിന് ആപ്റ്റ് ആയിട്ട് തോന്നുന്നത് ആ അത്രയും സ്ട്രാൻഡ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം.
പഠിച്ചത് ഫ്രഞ്ച് നോട്ടാണ്. നമ്മൾ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് നമുക്ക് റെക്കോർഡ് ബുക്കിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഡിസൈൻ ചെയ്യാം. ഞാൻ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ ഫ്ലവറിൻ്റെ ഡിസൈൻ ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞു നമ്മൾ ഇന്ന് ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്ത ഒരു സ്റ്റിച്ച്, എംബ്രോയ്ഡറി സ്റ്റിച്ച് നമ്മളെ റെക്കോർഡ് ബുക്കിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ഇവിടെ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു കോഫി ബ്രൗൺ ക്രീം ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇത് ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായി. ഇനി ഒരു പെറ്റലും കൂടി ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനുള്ളതുള്ളൂ. പിന്നെ നമ്മൾ ഈ ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യണ ഹാൻഡ് എംബ്രോയ്ഡറി വർക്ക്സിനൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ടൈം സ്പെൻഡിങ് ആണ്. പിന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നല്ല ത്രെഡ്സിൻ്റെ യൂസേജും ഉണ്ട്. സോ നമ്മളിതിങ്ങനെ റൗണ്ട് ചെയ്തിട്ടൊക്കെയാണ് നമ്മുടെ നീഡലിൻ്റെ ചുറ്റും റൗണ്ട് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല ടൈം സ്പെൻഡിങ്ങും ആണിത്. നമ്മളുടെ കുറേ ടൈം നമ്മൾ ഇതിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. എന്നാലാണ് നമുക്ക് പെർഫെക്ഷനോട് ചെയ്യാൻ പറ്റൂ. എന്നുവെച്ചാൽ ഇത് വേഗം ചെയ്താൽ നമ്മളുടെ നോട്ട്സൊക്കെ ഇങ്ങനെ ലൂസായിട്ട് അഴിഞ്ഞു പോവും. അതുകൊണ്ട് നമ്മളിത് പതുക്കെ സാവധാനം ടൈം എടുത്തിട്ട് ചെയ്യാൻ പാടും. അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ സ്റ്റിച്ച് കംപ്ലീറ്റ് ആക്കാം. അതിനുശേഷം നമുക്കിത് നമ്മളുടെ റെക്കോർഡ് ബുക്കിലേക്ക് സ്റ്റിക്ക് ചെയ്ത് സേവ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പോയിൻ്റ് ഓർമ്മ ഉണ്ടാവണം. നമ്മളുടെ നീഡലിൻ്റെ ചുറ്റും നമ്മൾ ഈ ത്രെഡ് റൗണ്ട് ചെയ്യണ പ്രോസസ്സും പിന്നെ നമ്മൾ ഇത് ടൈം എടുത്തിട്ട് സാവധാനം ചെയ്യാൻ പാടും. എന്നാലും നമ്മുടെ സ്റ്റിച്ചിന് പെർഫെക്ഷൻ ഉണ്ടാവും. ഈ 2 പോയിൻറ്റ്സ് എപ്പോഴും നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ. നമ്മൾ നോട്ട് സ്റ്റിച്ചസിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചായ ഫ്രഞ്ച് നോട്ട് നമ്മൾ ഇന്ന് പഠിച്ചു. ഇനി നോട്ട് സ്റ്റിച്ചസിൽ തന്നെ ഇനിയും കുറേ സ്റ്റിച്ചസ് ഉണ്ട്. അത് ഞാൻ വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. കംപ്ലീറ്റ് ആക്കി. നമ്മ ഇന്ന് പഠിച്ചത് ഫ്രഞ്ച് നോട്ടാണ്. അപ്പോൾ ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്താണ് നമ്മ ഇവിടെ ഡിസൈൻ ചെയ്തത്. ഇത് നമ്മൾ ചെയ്തെടുക്കാൻ എന്തായാലും നല്ല ടൈം എടുക്കും. ഈ സ്റ്റിച്ച് നമ്മൾ വേഗം ചെയ്താൽ ഈ സ്റ്റിച്ച് ഫ്രഞ്ച് നോട്ട് കറക്റ്റ് ഇങ്ങനെ നോട്ടായിട്ട് വീരില്ല, നോട്ട് ഇങ്ങനെ അഴിഞ്ഞു പോവും. അപ്പം ഇത് ടൈം എടുത്ത് ചെയ്താലാണ് ഈ പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പം ഞാൻ ഇവിടെ ഒരു കോഫി ബ്രൗണും ക്രീം ഷെയ്ഡ് ആ ഷെയ്ഡിലാണ് ഞാൻ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരു ചെറിയൊരു ഫ്ലവർ മാത്രമേ ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ റെക്കോർഡ് ബുക്കിലേക്ക് സ്റ്റിക്ക് ചെയ്യാനുള്ള കൺവീനിയൻസിന് ഞാൻ ഇവിടെ ഒരു ചെറിയ ഫ്ലവർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഈ ഫ്ലവറൊക്കെ നമ്മുടെ നെക്കിലൊക്കെ ഡിസൈൻ ചെയ്ത പോലത്തെ 3 ഫ്ലവേഴ്സ് ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെക്കാളും വലിയൊരു ഫ്ലവർ, ഈ സെയിം മോഡലിൻ്റെ ഫ്ലവർ നമുക്ക് വലുതാക്കി ചെയ്തിട്ട് ഇങ്ങനെ വലുത് ഇങ്ങനെ അതിൻ്റെ സൈസ് ഇങ്ങനെ കുറഞ്ഞ് ഏറ്റവും ചെറുതായിട്ട് അങ്ങനെ നമുക്കൊരു സൈഡിലേക്ക് മാത്രമായിട്ട് നമ്മളെ നെക്ക് ഡിസൈൻസ് ചെയ്യാം. ഈ നോട്ട് സ്റ്റിച്ചസൊക്കെ നമ്മുടെ നെക്ക് ഡിസൈൻസിലൊക്കെ നല്ല രസമായിരിക്കും ചെയ്യാൻ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഒക്കെ വീഡിയോസ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ അകത്തൊക്കെ ഈ നോട്ട് സ്റ്റിച്ചസ് ഇൻക്ലൂഡ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ചസിൻ്റെ അകത്ത് ഈ നോട്ട് സ്റ്റിച്ചസും കൂടി നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നമ്മുടെ നെക്ക് ഡിസൈൻസ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. നമുക്ക് നമ്മളുടെ റെക്കോർഡ് ബുക്കിലേക്ക് വെട്ടി സ്റ്റിക്ക് ചെയ്ത് വെക്കാം.